അരുൺ സോളമനാണ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചാലും കുട്ടിക്ക് അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണ്ട എന്നാണ് പറയുന്നത്, അസമിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ ആവശ്യം തന്നെ പരിഗണിക്കില്ലേ? എന്തായിരിക്കും കുട്ടിയുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം? റോഷ്നി, തിരുവനന്തപുരം പ്ലാറ്റ്ഫോം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ കേരള എക്സ്പ്രസ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കഴക്കൂടത്തു നിന്നും അസം സ്വദേശിയായിട്ടുള്ള ഈ 13 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്. അതിനെ തുടർന്ന് കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള പോലീസുകൾ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് നടത്തിയത്. തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ സമഗ്രമായിട്ട് അന്വേഷിച്ചിരുന്നു. അതിനെ തുടർന്ന് ചെന്നൈ വരെയുള്ള അന്വേഷണം നീണ്ടു. തുടർന്ന് ചെന്നൈയിൽ നിന്നുമുള്ള മൂന്നാമത്തെ ട്രെയിനിലാണ് പെൺകുട്ടി വിശാഖപട്ടണത്തിലേക്ക് എത്തിയത്. വിശാഖപട്ടണത്തിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ പിറ്റേ ദിവസം, അതായത് 21-ാം തീയതി ബുധനാഴ്ച, ഈ പെൺകുട്ടിയെ അവിടെ വെച്ച് മലയാളി സമാജമായിട്ടുള്ള അതിലെ പ്രവർത്തകർ കണ്ടെത്തുകയും തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഇത് ഇപ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ നമുക്ക് നോക്കിയാലറിയാം. ഈ ദൃശ്യങ്ങളിൽ ഈ തിരുവനന്തപുരത്തെ കഴിഞ്ഞ ദിവസം രാത്രി 10:30 കഴിഞ്ഞ വിശാഖപട്ടണത്തിൽ നിന്നും തിരുവനന്തപുരം കഴക്കൂട്ടത്തെ SI ആയിട്ടുള്ള VS രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘമാണ് ആ പെൺകുട്ടിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ട്രെയിനിൽ നിന്നും ആ പെൺകുട്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ അവരെ കൊണ്ടുപോകാനായിട്ട് CWC ചെയർപേഴ്സണായിട്ടുള്ള ഷാനിബ ബീഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പെൺകുട്ടിയെ CWCക്ക് പോലീസ് കൈമാറും. അതിനുശേഷം തുടർന്ന് അവർ ഇപ്പോൾ കുട്ടിയെ താൽക്കാലികമായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയിലേക്കാണ്. ഇന്ന് ഒരു ദിവസം അവിടെ താൽക്കാലികമായി താമസിപ്പിച്ചതിന് ശേഷം നാളെ പുലർച്ചയോടുകൂടി ഒരു 11-11:30 ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഈ ഒരു താൽക്കാലികമായിട്ട് ഇന്ന് മാറ്റിയതിനു ശേഷം മാതാപിതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി വീട് വിട്ട് പോകുന്നതിനുള്ള കാരണം പ്രധാനമായിട്ടും പറഞ്ഞത് അമ്മ തല്ലി എന്നുള്ളതാണ്. തൻ്റെ സഹോദരങ്ങളുമായിട്ട് വഴക്കിടുന്ന ഒരു അവസരത്തിൽ ഈ അമ്മ ആ തല്ലിയ സങ്കടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന 50 രൂപയും കൊണ്ട് പെൺകുട്ടി ട്രെയിൻ കയറേണ്ടുന്ന ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ ഇവിടെ നിന്ന് CWC കൈമാറി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന 50 രൂപയുമായിട്ട് തിരുവനന്തപുരം ഐലൻഡിലാണ് ചൊവ്വാഴ്ച ഐലൻഡിൽ കയറുകയും തുടർന്ന് നെയ്യാറ്റിൻകരയെത്തിയപ്പോൾ മലയാളിയായിട്ടുള്ള ബബിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അതേ തുടർന്നാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോയാണ് ശരിക്കും ഈ കേസിൽ നിർണായകമാകുന്നത്. പെൺകുട്ടിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷം 3:30 പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കഴക്കൂട്ടം സ്റ്റേഷനിൽ പരാതിപ്പെടുന്നത്. അമ്മ ഒരു താൽക്കാലികമായി ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആയ കാര്യം അറിഞ്ഞിരുന്നില്ല. 3:30 തന്നെ പരാതിപ്പെടുകയും തുടർന്ന് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴേക്കും പെൺകുട്ടി 3:30 മണിയോട് അടുപ്പിച്ച് തന്നെ ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കും പല സ്റ്റേഷനുകളിലും നാഗർകോവിൽ ഈ പെൺകുട്ടി ഇറങ്ങിയതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. ഈ CCTV മാത്രമല്ല, ബബിത നൽകിയ ആ ഫോട്ടോയും അത് അടക്കമുള്ള ദൃശ്യങ്ങൾ ഈ കേസിൽ നിർണായകമായിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, മുഴുവൻ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുടെ ഈ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടി എവിടെയാണ് മിസ്സായത്, എങ്ങനെയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയി. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മലയാളി സമാജത്തിലെ പ്രവർത്തകരാണ്. അവരാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. കാരണം ബുധനാഴ്ച ആയപ്പോഴേക്കും ഈ പെൺകുട്ടി ഗുവാഹത്തിയിൽ എത്തുകയാണ്. അതായത് ഗുവാഹത്തി ട്രെയിനിലേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. തൻ്റെ അപ്പനും അമ്മുമ്മയും അടക്കമുള്ളവരോട് പോയി അവിടെ താമസിക്കണം, അതുപോലെ തന്നെ അവിടെ പഠിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ പെൺകുട്ടി ഇറങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ AC കോച്ചിൽ നിന്നും കഴക്കൂട്ടം സ്റ്റേഷനിലെ VS രഞ്ജിത്ത് എന്ന് പറയുന്ന SIയുടെ നേതൃത്വത്തിലാണ് 4 അംഗ സംഘമാണ് അവിടെ പോയിരുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് വിജയവാഡയിൽ അവർ എത്തിച്ചേർന്നത്. വിജയവാഡയിൽ നിന്നും അവിടുത്തെ CWC കേന്ദ്രത്തിലായിരുന്നു ഈ പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത്. അവിടെ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് വിജയവാഡയിലെ CWC നിന്നും പെൺകുട്ടിയെ കൈമാറുന്നത്. ഇന്നലെ, അതായത് ശനിയാഴ്ച ഇന്നലെ വൈകിട്ട് വിജയവാഡയിൽ നിന്നും വിശാഖപട്ടണത്തിലേക്ക് എത്തുകയും അവിടുന്ന് 10:30 മണിയോടുകൂടിയാണ് ഇന്നലെ കേരള എക്സ്പ്രസ്സിൽ കയറുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറുകൾ ട്രെയിനിൽ യാത്ര ചെയ്ത് വീണ്ടും തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയണമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണ്ട എന്നൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ തന്നെയാണ്
പെൺകുട്ടി എന്നുള്ളതാണ്. അതാണ് ഇവിടെ CWC ചെയർപേഴ്സണായിട്ടുള്ള ഷാനിബ ബീഗത്തെയും കുഴപ്പിക്കുന്നത്. കാരണം ഈ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഈ കുട്ടിയെ കൈമാറുക? അതുകൊണ്ട് തന്നെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സിറ്റിംഗ് ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു 11:30 ആ സ്പെഷ്യൽ സിറ്റിംഗിൽ പെൺകുട്ടിയെ ഹാജരാക്കുകയും തുടർന്ന് മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്, മജിസ്ട്രേറ്റിൽ മൊഴി കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം അടക്കം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ആരുടെ കൂടെയാണ് പോകേണ്ടത്, തിരികെ നാട്ടിലേക്ക് പോകണമോ അതോ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം പെൺകുട്ടി എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനത്തിലായിരിക്കും ഇതിലൊരു തീരുമാനം എടുക്കുക. എന്തായാലും അന്തിമമായിട്ടുള്ളൊരു തീരുമാനം നാളെ നമുക്കറിയാൻ പറ്റും. ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ അന്തിമ തീരുമാനം അറിയാം. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറുകൾ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നും ഒരു തൊഴിലാളി കുടുംബത്തിന് കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ വന്നിട്ട്, പക്ഷേ ആ ഒരു മാസത്തിനിടയിൽ ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അസമീസ് ഭാഷയാണ്, മലയാളമോ ഇംഗ്ലീഷോ തമിഴോ ഹിന്ദിയോ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലുടനീളം മറ്റാരോടും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബബിത സംസാരിക്കുമ്പോൾ പോലും, മീറ്റിംഗിൽ വെച്ച് സംസാരിക്കുമ്പോൾ പോലും എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. ആ മറുപടി പറയാതിരുന്ന കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ കുട്ടിയെ കാണാതെ എന്നുള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായതുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ പടം എടുക്കുകയും അത് പോലീസിന് കൈമാറുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും നിർണായകമായത്. രണ്ടാമത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരെ കുറിച്ചാണ്. അവരാണ് ഈ ശരിക്കും വിശാഖപട്ടണത്തിൽ നിന്ന് ഇവരെ കണ്ടെത്തുന്നത്. ആ കണ്ടെത്തി അവിടെ നിന്ന് തന്നെ അവർ RPFന് കൈമാറുന്നുണ്ട്. RPF ആണ് ശരിക്കും വിശാഖപട്ടണത്തിലെ CWCക്ക് കൈമാറുന്നത്. ആ CWC ആണ് വിവരം തിരുവനന്തപുരത്തെ വിവരം അറിയിക്കുന്നു. തുടർന്ന് ഏറെ ഒരു 37 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ആ വിവരമാണ് ശരിക്കും കാത്തിരിപ്പുകൾക്കൊടുവിൽ 2 ദിവസം അടുക്കുമ്പോഴാണ് വീണ്ടും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്ന എന്നുള്ള പ്രധാനപ്പെട്ട ഇതുണ്ട്. നമുക്കറിയാം ഇത് ഒരു മൂന്നാമത്തെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതാവുന്ന മൂന്നാമത്തെ കുട്ടിയുടെ ഒരു കേസാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നത്. കാരണം ഇവിടെ എത്തുമ്പോൾ ഈ കുട്ടി പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം അസം പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 13 വയസ്സുള്ള ആ പെൺകുട്ടി എന്തുകൊണ്ട് പോയി എന്നുള്ളത്, ഒരു അമ്മ തല്ലിയത് കൊണ്ടാണോ, അതാണോ യഥാർത്ഥ കാരണം? ആ കുട്ടി അത് പറയുമ്പോഴും അതിൽ എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് അറിയാൻ പറ്റും.